കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതീവ സൗന്ദര്യമുള്ള പങ്കാളിയെ കിട്ടാൻ യോഗമുള്ള 7 നക്ഷത്രക്കാരെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിവിടെ 7 നക്ഷത്രക്കാരെ കുറിച്ചേ പറയുന്നുള്ളൂ. ബാക്കി 20 നക്ഷത്രക്കാരുണ്ട്. 20 നക്ഷത്രക്കാർക്കും വൈദ്യുതിയോടെ കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നാളത്തെ എൻ്റെ ജ്യോതിഷ പലരുടെയും ജാതകം പരിശോധിച്ച വെളിച്ചത്തിലും പല പുസ്തകങ്ങൾ വായിച്ച അറിവുകളുടെ വെളിച്ചത്തിലും പല ഗുരുക്കന്മാരിൽ നിന്നും ദേവതുല്യായിട്ടുള്ള പല ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയ അറിവുകളുടെ വെളിച്ചത്തിലും ഒക്കെയാണ് ഞാൻ ഈ ഫലങ്ങളെ ഇവിടെ പറയുന്നത്. ഇതിൽ 100% ഒരു വ്യക്തത ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ജ്യോതിഷനെ ഫോണിൽ കൂടെ ചോദിക്കുക, നേരിട്ട് സമീപിക്കുക, ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഒരാൾക്ക് വിവാഹം എന്ന് പറഞ്ഞിട്ടുള്ള ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ, വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ വിവാഹം സ്വർഗത്തിൽ വെച്ച് നടന്നാലും ജീവിക്കുന്ന എവിടെ? ഭൂമി വെച്ചാണ് ജീവിക്കുന്നത്. അപ്പം പലവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് ഉണ്ടാകും. അപ്പം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ജാതകപ്രകാരം നോക്കിയെങ്കിലേ അറിയാനൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് നല്ല ഒരാളിനെ വിവാഹം കഴിക്കാൻ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിവാഹം ഉറച്ചു നിൽക്കുമോ, എത്ര നാൾ മുന്നോട്ട് പോകും, സമ്പൽ സമൃദ്ധിയായി സന്തോഷമായിട്ട് ജീവിക്കുമോ എന്നൊക്കെ ജാതകം പരിശോധിച്ചെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇതിൽ 7 നക്ഷത്രക്കാർ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി 20 പേർക്കും ഇങ്ങനെയുള്ള യോഗങ്ങൾ ഉണ്ടാകാൻ ഉണ്ടാകാം. അപ്പം അതൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ പരിശോധിച്ച് വ്യക്തത വരുത്തുക. എന്തായാലും നക്ഷത്രത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. നമുക്ക് 20 നക്ഷത്രങ്ങളുടെ ആദ്യ നക്ഷത്രമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള, ഒരുപാട് ദോഷങ്ങളെ ചെറുക്കാൻ പറ്റുന്ന, ഒരു പരിധി വരെയുള്ള ദോഷങ്ങൾ ബാധിക്കാത്ത നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ആ അശ്വതി നക്ഷത്രത്തിന് ഇങ്ങനൊരു യോഗം കാണുന്നുണ്ട്. രണ്ടാമത് കാർത്തിക നക്ഷത്രം. കാർത്തിക കീർത്തി കേൾക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ കീർത്തിയുള്ള, നല്ല കാന്തിയുള്ള, നല്ല സൗന്ദര്യമുള്ള ഒരു പങ്കാളിയെ കിട്ടാൻ, അത് സ്ത്രീക്ക് പുരുഷനായാലും പുരുഷന് സ്ത്രീക്കായാലും കിട്ടാൻ യോഗം കാർത്തികയ്ക്ക് പറയപ്പെടുന്നുണ്ട്. അടുത്തത് മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രം നമുക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് നക്ഷത്രക്കാരിൽ കുറച്ച് കുടിലതാ ബുദ്ധി അല്ലെങ്കിൽ കുറച്ച് ബുദ്ധികൂർമ്മത ഒക്കെ കണ്ടുവരാറുണ്ട്. ഇവർക്ക് അതുപോലെ തന്നെ ബുദ്ധികൂർമ്മത പോലെ തന്നെ സൗന്ദര്യമുള്ള നല്ല ഒരു കൂടുതലും പുരുഷന്മാർക്ക് യുവതികളെ കിട്ടാനാണ് സാധ്യത കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്ത് കണ്ടുവരുന്നത്. സ്ത്രീകൾക്കില്ലെന്നുള്ളതല്ല, കൂടുതലും കണ്ടുവരുന്നതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അതുപോലെ നമുക്ക് പൂയ നക്ഷത്രം വരുമ്പോഴത്തേക്കും പൂയ നക്ഷത്രത്തിനും ഈ പറഞ്ഞതുപോലെ സ്ത്രീക്ക് പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും 2 പേർക്കായാലും നല്ല ഒരു ബന്ധം മിക്കവർക്കും നല്ലതായിട്ട് നടന്നതായിട്ടും, അതുപോലെ വലിയ അധികം പ്രായമാവാതെ വിവാഹം നടന്ന അവസ്ഥയിലും, ഈ നമുക്ക് അധികം പ്രായം ആവാതെ വിവാഹം നടക്കുകയാണെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്ത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ഈ പൂയ നക്ഷത്രക്കാർക്കും അധികം പ്രായമാവാൻ നല്ല വിവാഹം നടക്കുകയും നല്ല രീതിയിൽ ഇവർ ജീവിക്കുകയും ഒക്കെ സാധ്യതയുള്ളൊരു നക്ഷത്രമാണ് പൂയ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് ചോദ്യ നക്ഷത്രം. പണ്ടല്ലോ ചോദ്യ നക്ഷത്രത്തിന് ചോദിക്കാതെ എല്ലാം കിട്ടുമെന്ന് പറയും. അപ്പോൾ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന, അല്ലെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവരെ തേടി വരുന്ന നക്ഷത്രങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചോദ്യ നക്ഷത്രപ്പെട്ടവർ ദൈവ സൗന്ദര്യം ഉള്ളവരായിട്ടാണ് കണ്ടിരിക്കുന്നത്, സൗന്ദര്യ സങ്കല്പങ്ങളുള്ളവരായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇവർക്ക് വന്നു ചേരുന്ന പങ്കാളി ഇതേപോലെ തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതുപോലെ അവിട്ട നക്ഷത്രം. അവിട്ടിൽ നേടുമെന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നേട്ടമാണ് പൊതുവെ അവിട്ടത്തിനെ കൊണ്ട് പറയാൻ പറ്റുന്നത്. പലവിധ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പങ്കാളി നേട്ടവും ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. നല്ല ഒരു പങ്കാളിയെ, നല്ലൊരു സൗന്ദര്യം, നല്ല സ്വഭാവമഹിമയും എല്ലാം ഉള്ള പങ്കാളിയെ കിട്ടാൻ യോഗമുള്ള നക്ഷത്രമാണ്. സ്ത്രീക്ക് പുരുഷനായും പുരുഷന് സ്ത്രീക്കായും രണ്ടും തിരിച്ചും മറിച്ചും കിട്ടാൻ യോഗമാണ് അവിട്ട നക്ഷത്രക്കാർക്ക് പറയുന്നത്. അടുത്ത് പൂരിട്ടാതി നക്ഷത്രമാണ്. പൂരിട്ടാതി നക്ഷത്രങ്ങൾക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും, അതായത് കണ്ണ് തുറക്കുമ്പോഴേ എല്ലാ ഭാഗ്യങ്ങളും ഇവരുടെ മുന്നിൽ പൊതുവെ കാണാറുണ്ട്. ഭാഗ്യനക്ഷത്രങ്ങൾ കുറച്ചേറെ ഉണ്ടെങ്കിൽ ആ ഭാഗ്യനക്ഷത്രങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നക്ഷത്രമാണ് പൂരിട്ടാതി നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മിക്കവരും തകർന്നു അരിപ്പണമായിപ്പോയ അവസ്ഥ, നശിച്ചു പോയ അവസ്ഥയിലൊന്നും പൂരിട്ടാതിക്കാരെ അങ്ങനെ കണ്ടുവരാറില്ല. പൂരിട്ടാതിക്കാർ ഒരുപാട് പേരുടെ ജാതകങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഇവരുടെ പലവിധ ഫലങ്ങളും പ്രവചനങ്ങളും നടത്തിയിട്ടുമുണ്ട്. അതൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും തന്നെ ഗുണകരമായിട്ട് വന്നിട്ടുമുണ്ട്. ആ പൂരിട്ടാതി നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞതുപോലെ നല്ല സൗന്ദര്യവും നല്ല സ്വഭാവമഹിമയും നല്ലൊരു ഉന്നത കുലജാതയും എല്ലാമായിട്ടുള്ള സ്ത്രീക്ക് പുരുഷനായാലും പുരുഷൻ സ്ത്രീക്കായാലും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സാധാരണ സൗന്ദര്യത്തിൽ കവിഞ്ഞ് അതീവ സൗന്ദര്യമുള്ള യുവതി, എല്ലാവർക്കും സൗന്ദര്യമുണ്ട്, അവരുടെ വീക്ഷണത്തിൽ നോക്കുന്നതനുസരിച്ചാണ് വൈരൂപ്യ സൗന്ദര്യമൊക്കെ തോന്നുന്നത്, അല്ലേ? അപ്പം എന്നിരുന്നാലും അതീവ സൗന്ദര്യം
മറ്റൊരാളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ടുള്ള പങ്കാളികളെ കിട്ടാനുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഗുണകരമായിട്ട് വരട്ടെ, എല്ലാവർക്കും ഈ വീഡിയോ ഫലപ്രദമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മറിച്ചായെന്ന് ചോദിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈശ്വരൻ ചേർത്തവരെ നമുക്ക് ഭൂമിയിൽ പിരിക്കാനുള്ള അധികാരമില്ല. എങ്ങനെയായാലും നമുക്ക് ആ ഒന്നിച്ചവർ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ചിലപ്പം ഈ നഷ്ടപ്പെട്ട ചിലപ്പം സൗന്ദര്യം അല്പം കുറഞ്ഞവർ, അല്ലെ സൗന്ദര്യ സ്വല്പങ്ങൾ അവൻ്റെ അത്ര ഈ പറഞ്ഞ ഐശ്വര്യറായ കുട്ടിയെ കിട്ടിയില്ല എന്നും പറഞ്ഞ് ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കാനോ അല്ലെ ഭർത്താവായിട്ട് വഴക്കുണ്ടാക്കാനോ കുടുംബകലഹത ഒന്നും ഉണ്ടാകാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒരാൾക്ക് ഗുണം ഉണ്ടാവട്ടെ, അല്ലെ വിവാഹം കഴിക്കാൻ നിൽക്കുന്നവർക്കായാലും ഈ ഒരു ഭാഗ്യം ഉണ്ടെന്നവർ അറിയട്ടെ എന്ന് കരുതി ഞാൻ ഈ വീഡിയോ ചെയ്തെന്നുള്ളേ ഉള്ളൂ. ആർക്കും ഉപദ്രവം ഉണ്ടാവാനായിട്ടല്ല നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. ഏവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.